ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ഇപ്പം നമ്മുടെ അനീഷേട്ടൻ രാവിലെ തന്നെ ഊഞ്ഞാലിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം വേറൊന്നുമില്ല. നമ്മുടെ ഇപ്പൊ ഇന്നലെ 3 ക്യാപ്റ്റന്മാരുണ്ടായിരുന്നല്ലോ. ആ 3 ക്യാപ്റ്റന്മാരും കൂടെ ഒരു തീരുമാനത്തിലെത്തുന്നു. സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചാൽ പോയി അവിടെ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ അതെടുക്കാനുള്ള അവകാശം അനീഷിന് കൈമാറുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്. അവിടെ വരുന്ന ഒരു ലെറ്ററും വായിക്കാൻ പാടില്ല. എന്ത് വന്നാലും അതെടുത്ത് ക്യാപ്റ്റന്മാരെ ഏൽപ്പിക്കണം എന്നതാണ് അവരേൽപ്പിച്ചിരിക്കുന്ന ജോലി. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ബെല്ലടിച്ചു. മരുന്നുകൾ വന്നു, ബാറ്ററി ഒക്കെ വന്നു. അപ്പൊ പുള്ളിക്കാരൻ്റെ അവരുടെ കയ്യിൽ കൊടുക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ കൊടുത്തുള്ളൂ. അതിന് ഇവിടെ ഊഞ്ഞാലിന്റെ മേലിരുന്ന് ഞാൻ ഇതുവരെ മരുന്നെടുത്ത് കൊടുത്തതില്ലേ? എന്താ കുഴപ്പം? എൻ്റെ ഒരു മനഃതൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും മരുന്നെടുത്ത് കൊടുക്കുന്നത് ഞാനാണ്. എൻ്റെ അച്ഛനും ചേട്ടനും അച്ഛൻ്റെ ചേട്ടനും സഹിതം മരുന്നെടുത്ത് കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല മരുന്നെടുത്ത് കൊടുക്കുന്നത്. എനിക്കൊരു മനഃതൃപ്തി കിട്ടാൻ വേണ്ടിയാണ് എടുത്തു കൊടുക്കുന്നത്. ഞാനത് എടുത്തു കൊടുത്തത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നലെ ക്യാപ്റ്റന്മാർ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ യാതൊരു എതിർപ്പും പറഞ്ഞില്ലല്ലോ. സന്തോഷത്തോടാണ് ഞാനത് സ്വീകരിച്ചത്. ഈ കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതെന്താ ഈ അനീഷ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഒരു തവണ പറഞ്ഞാൽ പോരെ പുള്ളിക്കാരൻ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വിചാരിക്കുന്നത് താൻ ഒരു തവണ പറഞ്ഞാൽ അത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യത്തില്ല എന്നൊരു ധാരണ ഉണ്ടായിരിക്കാം. അല്ലേ? മുമ്പത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വന്നിട്ട് പല കാര്യങ്ങളും നമ്മൾ പറയുന്നത് പുറത്തോട്ട് വരാറില്ല എന്നുള്ള ഒരു പല മത്സരാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതൊന്നും പുറത്ത് വന്നിട്ടില്ലെന്ന്. അപ്പൊ അത് മനസ്സിലാക്കിയായിരിക്കാം ബിഗ് ബോസിൽ ഇപ്പം നമ്മുടെ അനീഷ് നിന്നിട്ട് ഈ പ്രവൃത്തി ചെയ്യുന്നത്. താൻ ഒരു കാര്യം പറഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് കറക്റ്റിന് അവർ എത്തിക്കുമല്ലോ. അനീഷ് എന്താണോ പറഞ്ഞത് അത് ജനങ്ങൾക്കിടയിലേക്ക്